രണ്ട് കാളുണ്ടായിരുന്നു. വിളിച്ചത് രണ്ടും ഒരാൾ തന്നെ. ഒന്ന് ഹോട്ടൽ ബ്രോഡ്വേയിലേക്ക് 41 മിസ്റ്റർ സുഭാഷ്. രണ്ടാമത്തെ കോൾ നർക്കോട്ടിക് സ്ക്വാഡ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക്. അറ്റൻഡ് ചെയ്ത CI. എന്തായിരുന്നു സംസാരിച്ചത്? നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട്. കോശി തന്നെ സാധനം കൊടുത്തയച്ചിട്ട് അയാൾ തന്നെ ആ ഇൻഫർമേഷൻ പോലീസിന് പാസ് ചെയ്യുന്നു. സ്പെഷ്യൽ സ്ക്വാഡുകാർ സുഭാഷിനെ പിടിച്ചാൽ അത് ആര് കൊടുത്തയച്ചാണെന്ന് അവൻ പറയും? ജാക്ക് നന്നയച്ചാണെന്ന് പറയും. എക്സാക്ട്ലി. അവൻ അതേ പറയൂ ലോറൻസ്. അച്ചായന്റെ വളഞ്ഞ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് തലവേദന കൂടിക്കൊണ്ടേയിരിക്കും. എന്താണ് ഇത്? ജാക്കി എന്നതാ. ആര്? ജാക്കി എന്നതാ. ഏത് ജാക്കി? നായിന്റെ മോനെ, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ പോലും ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യില്ല. സ്വന്തം കൂട്ടത്തിൽ ഒരുത്തനെ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ഒറ്റിക്കൊടുക്ക. അത് ഒരു മൂന്നാം കട പ്രതികാരത്തിന് വേണ്ടി. നീ ആണാണെങ്കിൽ നേരിട്ട് വാ. ഇതുപോലെയുള്ള പാവങ്ങളെ ഒന്നും വെറുതെ കൊടുക്കരുത്. ശേഖരൻകുട്ടി, നീ ഒന്നുറപ്പിച്ചോ, നീ ഈ നസ്രാണിയെ കണ്ട ദിവസം മുതൽ നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു. നൗ യു സ്റ്റാർട്ട് യുവർ കൗണ്ട് ഡൗൺ. കോശിച്ചായോ? ഞാൻ ചോദിച്ചല്ലേ ഇത് വേണോന്ന്. ഇപ്പൊ എന്തായി? 5-8 കൊല്ലം അവൻ എന്റെ വേളായിരുന്നു. അവന്റെ ബുദ്ധി എനിക്കറിയാം. നമ്മൾ ഇവിടെ ആലോചിക്കുമ്പോൾ അവൻ അത് അവിടെ പ്രവർത്തിച്ചിരിക്കും. അതാ ജാക്കി. 200 ഇരട്ടി ലാഭം കിട്ടുമല്ലോ എന്ന് ഓർത്താ അവനെ ഞാൻ പിണക്കിയത്. എക്സാക്ട്ലി. നീരുവൊക്കെ ഇനി അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശേഖരൻകുട്ടി, ഞാൻ അന്നേ പറഞ്ഞതാ ഈ അച്ചായനുമായി ഐക്യമുന്നണി വേണ്ട, നഷ്ടമേ ഉണ്ടാവൂന്നും കയ്യിലുള്ളതും കൂടി പോവൂന്ന്. മനക്ക് നഷ്ടവുച്ചുന്തി തെളിസ. നിന്റെ തെളിസ. ഞാൻ പറഞ്ഞതിന് എന്നെ അടിക്കണ്ട. അച്ചായനോടുള്ള ദേഷ്യം തീർക്കണമെങ്കിൽ എന്നെ അടിച്ചു. ജീവൻ, താൻ എത്തിയോ? ഇരിക്കടോ. No formalities here. Have a drink. വേണ്ട സർ, ഞാൻ കഴിക്കില്ല. Disqualification for a public servant. എല്ലാ കാര്യങ്ങളും നമുക്ക് ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ചോറുന്ന സ്ഥലമല്ലേ. 2-3 ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല. ഡൽഹിക്ക് പോവാണ്. യു മസ്റ്റ് പ്രിപ്പയർ ഫോർ ആൻ ഓപ്പറേഷൻ. എനിക്ക് മനസ്സിലായില്ല സർ. ഐ വിൽ എക്സ്പ്ലെയിൻ. മന്ത്രികുമാരനും അയാളുടെ ശിങ്കിടി ജാക്കിയും തമ്മിൽ തെറ്റി. കുമാരന്റെ പുതിയ ശിങ്കിടി ഒരു കോശി നൈനാനാണ്. കഞ്ചാവ് മസ്താൻ ഈസ് സ്നിക് നെയിം. നാളെയോ മറ്റന്നാളോ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ റോക്ക്ഫോർട്ട് ഗാർഡൻസ് റൈഡ് ചെയ്യണം. മന്ത്രികുമാരന്റെ പുതിയ താവളം. കഞ്ചാവിനെയും പാർട്ടിയെയും കസ്റ്റഡിയിലെടുക്കണം. ഹരാസ് ദം മാക്സിമം. നോൺ ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടില്ല. CM സ്ഥലത്തില്ല. ശേഖരൻകുട്ടി എത്ര നിർബന്ധിച്ചാലും അവരെ വിട്ടുകൊടുക്കണ്ട. പുട്ട് ദ ബ്ലെയിം ഓൺ മീ. ഇതൊരു കഥ. എന്റെ ലക്ഷ്യം വേറെയാണ്. ഈ സംഭവങ്ങൾക്കൊക്കെ കാരണക്കാരൻ ജാക്കിയാണെന്ന് വരുത്തി തീർക്കണം. ഡൽഹിയിലുള്ള ആരെയോ ജാക്കി ഇൻഫ്ലുവൻസ് ചെയ്ത് അവരുടെ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ റെയ്ഡ് ചെയ്തതെന്ന ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തേക്കണം. അല്ല സർ, അവിടെ റെയ്ഡ് ചെയ്യുന്നതിനോ അറസ്റ്റ് ചെയ്യുന്നതിനോ ഡൽഹിയിൽ നിന്നുള്ള ഓർഡറും ജാക്കിയുടെ ഇൻഫ്ലുവൻസും നമുക്ക് ആവശ്യമുണ്ടോ? ഈവൻ അതർവൈസ് വി ക്യാൻ ഡു ഇറ്റ്. ഒരു കേസല്ല എനിക്ക് ആവശ്യം. CMന്റെ ഏറ്റവും വലിയ ദൗർബല്യം അയാളുടെ മകനാണ്. ശേഖരൻകുട്ടിയുടെ ഒരു വിരലൊടിഞ്ഞാൽ CMന്റെ 5 വിരലൊടിയും. ശേഖരൻകുട്ടിക്ക് ഒത്ത എതിരാളി ജാക്കിയാണ്. അവർ തമ്മിൽ ഇപ്പോഴുള്ള സ്പർദ്ധ വളർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിച്ചു. ആൾറെഡി there is a spark. We will have to refuel it. തന്നെത്താൻ ആളി പടർന്നുകൊള്ളും. മകന്റെ പതനം കാണാനുള്ള ശക്തി ഇഞ്ചക്കാട്ട് രാമകൃഷ്ണ വിളക്കില്ല. പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ ഈ യൂണിഫോം ഉപയോഗിക്കണോ സാർ?
അരുത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് ജീവൻ അറിയാവോ? എയർപോർട്ടിൽ മറ്റുള്ള സീനിയർ ഓഫീസേഴ്സിന്റെയും എന്റെ ജൂനിയർ ഓഫീസേഴ്സിന്റെയും മുമ്പിൽ വെച്ച് ആ കിളവൻ CM എന്നെ ഹരാസ് ചെയ്തു. He wounded me with words. എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഞാൻ വീണ്ടും കരഞ്ഞു. കത്തിയും തോക്കുമെടുത്ത് പ്രതികാരം ചെയ്തില്ലെങ്കിലും എന്റെ വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള പ്രതികാരങ്ങളും ഞാൻ ചെയ്യണ്ടേ? ഞാനും വികാരമുള്ള ഒരു മനുഷ്യനാണ് മിസ്റ്റർ ജീവൻ. ജീവൻ, സർ. യു വിൽ ഹാവ് ടു എക്സിക്യൂട്ട് മൈ ഓർഡേഴ്സ്. യെസ് സർ. ഹലോ സാഗറ, ഞാനാ CI പോത്തൻ. സാഗറിന് താല്പര്യമുള്ള കാര്യമല്ല എങ്കിലും എന്താ കാര്യം? റോക്ക്ഫോർഡ് ഗാർഡൻസിൽ ഇന്ന് റെയ്ഡ് നടക്കും. ഇല്ല. കോശ്യ എന്താ റെയ്ഡോ? നിങ്ങളാരാ? സാഗർ. ഓ, നല്ല മനസ്സ് തോന്നിയതിന് നന്ദി. പുതിയ വല്ല വേലയിറക്കാനുള്ള പരിപാടിയാണോ? സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. പോലീസ് എനിക്ക് നിങ്ങൾക്ക് ശത്രുവാണ്, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഏമുണ്ട് എന്താ? പോലീസ് റെയ്ഡ് ചെയ്യുമെന്ന് ജാക്കിയുടെ വാണിംഗ്. റാസ്കൽ. ചേരൻകുട്ടി വിവരം അറിയിച്ചാലോ? എന്ത് കാര്യത്തിന്? ശേഖരൻകുട്ടിയുടെ പോലീസ് ശേഖരൻകുട്ടി റെയ്ഡ് ചെയ്യുമെന്നു? തനിക്ക് വല്ല വട്ടുമുണ്ടോ? ലേതണ്ടി ഇല്ല. നിങ്ങൾ അങ്ങോട്ട് പോകൂ. Come on, make it fast. Get down. എല്ലാം പെറുക്കിടാ. എടേ, സാർ പറഞ്ഞ കേട്ടില്ലേ? എന്താണോ നോക്കിയേക്കുന്നേ? ഞാൻ ശേഖരൻകുട്ടിയുടെ ആളാണ്. ഓഹോ, നീ ശേഖരൻകുട്ടിയുടെ ആളാണല്ലേ? ഊരാ നടക്കാം. ചെരുപ്പൂര. വെങ്കടാചലപതി കാപ്പാരണ്ടി. എടുക്കണോ പെട്ടി? പെട്ടി എടുക്കണ. ഒക്ക നിമിഷാലു ചുമ്മാടില്ലാത്ത നേരത്താ. దేవుడా, నన్ను ఎందుకు ఇంత కష్టపడుతున్నావు? తిరుపతి మలయాళం అయ్యో. എന്താടോ കിട്ടിയില്ലേ? ഡൽഹി ലൈൻ കിട്ടുന്നില്ല സാർ. രാജഗോപാലൻ സാറേ, ജാമ്യം കിട്ടാൻ വേറെ ഒരു മാർഗവും ഇല്ലേ? നോൺ ബെയിലബിൾ ഒഫൻസാ. പിന്നെ എന്ത് ചെയ്യാനാ? സാർ ആ അറസ്റ്റ് ചെയ്ത ഓഫീസറെ കണ്ടോ? എല്ലാവരെയും കണ്ടു. എന്തു പറഞ്ഞു? അൺഒഫീഷ്യലായിട്ട് അറിഞ്ഞതാ. നിങ്ങളുടെ ആ പഴയ സുഹൃത്തുണ്ടല്ലോ സാഗർ, അയാൾ പറ്റിച്ച പണിയാ. അവൻ എന്ത് ചെയ്തു? അയാൾ ഡൽഹിയിൽ ആരെ ഇൻഫ്ലുവൻസ് ചെയ്തു. അവർ നേരിട്ട് IJ വിളിച്ച് റെയ്ഡ് ചെയ്യാൻ ഇൻസ്ട്രക്ട് ചെയ്തതാ. Shit.
ഇനി എന്താ ഒരു മാർഗം? ഐ ജി നേരിട്ട് ഇടപെട്ട ഒരു കേസായതുകൊണ്ട് ഇടപെടാൻ മറ്റ് ഓഫീസേഴ്സിനൊരു മടി. ചേരകുട്ടി, അച്ഛൻ ഡൽഹിയിലുണ്ട്, ഐ ജിയും ഡൽഹിയിലുണ്ട്. അവർ തമ്മിൽ ബന്ധപ്പെട്ടാൽ കാര്യം നടക്കും. അതിന് ഡൽഹി കിട്ടണ്ടേ? സാർ, ഡൽഹി ഹോൾഡിംഗ്. ഹലോ, കേരള ഹൗസ് അല്ലേ? CM-നെ ഒന്ന് വേണമല്ലോ. ആ, ഞാൻ CM-ന്റെ മകനാ.